നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഒരു വയർലെസ് മൈക്രോഫോൺ സിസ്റ്റമാണ് ഡിജിടെക്കിൻ്റെ DWM101 എന്ന ഒരു ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്കാണ്. അപ്പം നേരെ അൺബോക്സിങ്ങിലേക്ക് വിട്ടാലോ? വിടാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ ഡിജിടെക്കിൻ്റെ ബ്രാൻഡ് ലോഗോ തന്നെ ഒരു നല്ലൊരു ബാഗാണ് തന്നെ. നല്ലൊരു ബാഗ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറന്നു നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് 3 മൈക്ക് സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് വന്നേക്കണത് ഫോക്കസാവുള്ള ഒന്നാമത്തെ വന്നേക്കണ ഒരു ട്രാൻസ്മിറ്ററാണ്. രണ്ടാമത്തെ വന്നേക്കണത് ഒരു റിസീവറാണ് ഗൈസ്. പിന്നെ മൂന്നാമത്തെ വന്നേക്കണതും ഒരു ട്രാൻസ്മിറ്ററാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. റിസീവർ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. റിസീവർ ഓൺ ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റിൽ നമുക്കൊരു ബ്ലിങ്കിങ് കാണാം. റിസീവർ ഓൺ ചെയ്തുമ്പോൾ ഗ്രീൻ ലൈറ്റിലൊരു ബ്ലിങ്കിങ് കാണാം. ട്രാൻസ്മിറ്റർ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഗൈസ്. ട്രാൻസ്മിറ്റർ ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ കണക്റ്റ് ആകുമ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. ഈ നടുക്കാണുന്ന ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വന്നേക്കണ ആക്സസറീസ് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ വന്നേക്കണത് ഒരു ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള C ടൈപ്പ്, പിന്നെ ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓക്സ് കേബിൾ മാറുന്ന ഒരു അഡാപ്റ്ററാണ്. പിന്നെ വേറെ വന്നേക്കണത് വീണ്ടും ഒരു C ടൈപ്പ്, പിന്നെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്ററാണ്. പിന്നെ വന്നേക്കണത് C ആണ്. C കണക്ട് ചെയ്യണ ഒരു പിന്നാണ് വന്നേക്കണത്. പിന്നെ വന്നേക്കണത് ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. ഒരു ചാർജറിൽ നിന്ന് തന്നെ 2 കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് കേബിളാണ് ഇതിന് വന്നേക്കണേ. പിന്നെ വന്നേക്കണത് ഒരു ഇയർഫോൺസ് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു ഇയർഫോൺസ് വന്നിട്ടുണ്ട്. 2 ഇയർഫോൺസ് വന്നിട്ടുണ്ട് ഗൈസ്. 2 ഇയർഫോൺസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സൗണ്ട് പ്രൂഫിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ പോപ്പ് സൗണ്ട്സ് ഒക്കെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ളൊരു ബുഷ് മാരത്തെ സാധനം വന്നിട്ടുണ്ട്. അത് 2 വന്നിട്ടുണ്ട് ഗൈസ്. അതും 2 മൈക്കിന് 2 റിസീവറിന് ട്രാൻസ്മിറ്ററിനായിട്ട് 2 വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയാണ് സാധനങ്ങളിൽ വന്നേക്കണേ. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് കേട്ട് നോക്കാം. നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ക്യാമറയിൽ തന്നെ മൈക്രോഫോണിൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കണത് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്രോഫോണിൽ കൂടെയാണ്. മാറ്റം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഇതിലൊരു വേറൊരു മോഡുണ്ട്, എക്കോ എന്ന് പറഞ്ഞ മോഡുണ്ട്. എക്കോയിലേക്കാണ് ഞാനിപ്പോൾ ഇട്ടേക്കണേ. എക്കോയിൽ വരുമ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് റിവ്യൂ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മൈക്കിൻ്റെ ഫീച്ചേഴ്സ്. 2 ട്രാൻസ്മിറ്ററാണ് ഇതിന് വന്നേക്കണേ. അപ്പൊ 2 ട്രാൻസ്മിറ്ററാണ് ഇതിന് വന്നേക്കണേ. അപ്പൊ മറ്റേ ട്രാൻസ്മിറ്ററും കൂടി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മറ്റേ ട്രാൻസ്മിറ്ററും കൂടി ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്കിങ് നിൽക്കും. അപ്പോഴാണ് ഈ ലൈറ്റ് ഇത് കണക്റ്റ് ആയി മനസ്സിലാവുക. അപ്പൊ ഇതിൽ കൂടെയും നമുക്ക് സംസാരിക്കാം. ഇതിന് പിന്നെ ഒരു ഹുക്ക് ഉണ്ട്. അപ്പൊ നമുക്കത് കോളറിലൊക്കെ വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പൊ ശരി എന്നാ.